രാവിലെ തന്നെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് ആദ്യം തന്നെ നമ്മൾ പോകുന്നത്. പാലക്കാട് കൊടുമ്പ് കല്ലിങ്കൽ ജംഗ്ഷന് സമീപം കാർ മരത്തിലിടിച്ച് 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. പന്നി റോഡിന് കുറുകെ ചാടിയപ്പോൾ വെട്ടിച്ച വാഹനം നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയും പിന്നീടത് വയലിലേക്ക് മറിയുകയുമായിരുന്നു. പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂജ് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 3 പേർ ചികിത്സയിലാണ്. അതിദാരുണമായ സംഭവം പാലക്കാടാണ് അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത്? ഇപ്പോൾ നിലവിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 3 പേർ, അവരുടെ നിലവിലെ സ്ഥിതി എന്താണ്? അനുശ്രീ, ഇന്നലെ വൈകുന്നേരം രാത്രി 11 മണിയോടുകൂടിയാണ് ചിറ്റൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന ആറംഗ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന വാഹനം കാറ് ചിറ്റൂർ കൊടുമ്പതിന് സമീപം കല്ലിങ്കലിൽ വെച്ച് റോഡിൽ ഒരു പന്നി കുറുകെ ചാടി എന്ന ഒരു തോന്നലിൽ റോഡിൽ നിന്ന് വണ്ടി തെന്നി മാറ്റുന്നു. വണ്ടി വെട്ടിച്ച് സമീപത്തുള്ള ഒരു മരത്തിലിടിക്കുകയും തുടർന്ന് ആ മരത്തിലിടിച്ച ശേഷം തുടർന്ന് സമീപത്തുള്ള നെൽപ്പാടത്തിലേക്ക് മറിയുകയാണ് ഉണ്ടായിരുന്നത്. ഫ്രണ്ടിലിരുന്ന 2 പേർക്കും വണ്ടിയുടെ ഫ്രണ്ടിലിരുന്ന 2 പേർക്കും പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. പെൻസിലിരുന്ന 4 പേർക്കും അപകടത്തിൽ പരിക്കേൽക്കും. അതിൽ 3 പേർ മരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവർ കൂട്ടുകാരാണ്. ഇവർ എല്ലാ ആഴ്ചയുടെ അവസാനങ്ങളിലും ഓരോ സ്ഥലങ്ങളിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു. 3 വിദ്യാർത്ഥികളുമാണ് ഒത്തുകൂടാറുണ്ടായിരുന്നു. ഇന്നലെ അതുപോലെ ചിറ്റൂരിൽ ഒത്തുകൂടിയ ശേഷം പാലക്കാട്ടേക്ക് തിരിച്ചു വരുമ്പോഴാണ് അപകടമുണ്ടായത്. അപകടത്തിൽ സമീപത്തുള്ള കൃഷിസ്ഥലങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപകടത്തിൽപ്പെട്ട 3 പേരുടെയും മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. പരിക്കേറ്റവരും ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. അനുശ്രീ, പ്രജിത്ത്, അതുപോലെ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? അപകടത്തിൽപ്പെട്ട ആളുകളുടെ പരിക്കേറ്റവർക്ക് ഒരു നില ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റത് പാലക്കാട് വരുമ്പോൾ ആദിത്യൻ യാക്കർ, ലക്ഷ്മി നിവാസിലെ മകൻ സനിലിന്റെ, നെന്മാറ സ്വദേശി പരമേശ്വരന്റെ മകൻ ജിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുശ്രീ, ശരി, പ്രജിത്ത് കോങ്ങാടാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പാലക്കാടാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത്. 6 പേരായിരുന്നു കാറിലുണ്ടായിരുന്നത്. 3 പേർ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. മറ്റു 3 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രജിത്ത് കോങ്ങാടാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.